അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ ഉംറ കഴിഞ്ഞ് വന്ന ആ ദിവസം തന്നെ അതാ നുസൈബയെ ഉമ്മ വിളിക്കുന്നു. ഉമ്മ ഡ്രസ്സ് മാറാൻ പോയപ്പോഴായിരുന്നു ഉമ്മ അവളെ വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിനും നുസൈബക്കും അത് വലിയൊരു പേടിയുള്ളതായിട്ട് തോന്നി. റബ്ബേ, ഉമ്മയുടെ സ്വർണമെല്ലാം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞോ റബ്ബേ? എവിടെ, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാനായിരിക്കോ വിളിക്കുന്നത്. ഭയത്തോടെയായിരുന്നു അവൾ അകത്തേക്ക് കയറുവാൻ വേണ്ടി നിന്നത്. എന്നാൽ ഷമ്മാസ് അവളോട് പൊയ്ക്കോളൂ എന്ന് ആംഗ്യം കാണിക്കുകയായിരുന്നു. ഉമ്മയല്ലേ വിളിക്കുന്നത്, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഷമ്മാസ് ഒരു നിമിഷം പടച്ചറബിനോട് പ്രാർത്ഥിച്ചു, അല്ലാ, അല്ലാ, കൈവിടില്ല അല്ലാ. എന്നാൽ നുസൈബ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് കാണുന്നില്ല. റബ്ബേ, നുസൈബയോട് ഉമ്മ എന്തായിരിക്കും പറയുന്നത്? എന്നാൽ നുസൈബയെ അവിടെ ഉമ്മ ഇരുത്തുകയായിരുന്നു. പൊന്നു മോളെ, ഇവിടെ ഇരിക്കേ മോളെ, കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഉമ്മ അന്നെ വിചാരിച്ചിട്ടാണെങ്കിൽ മോളെ വലിയ ബേജാറ്. ഉമ്രൊക്കെ കഴിഞ്ഞ് പിന്നെ മദീനയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നൊരു തോന്നൽ ഇങ്ങനെ വന്നു. അപ്പോൾ പെട്ടെന്ന് പോകുന്നതാണ് മോളെ. ഉമ്മ സത്യമായിട്ടും ഉമ്മയില്ലായിട്ട് മോളെ എനിക്കറിയാം എൻ്റെ കുട്ടി അടങ്ങാറാവും എന്നുള്ളത്. ഷമ്മാസിനേറെ മുന്നേ ഞാൻ നിന്നെ കാണൽ തുടങ്ങിയതാണ്. നിന്നെ നോക്കിയത് ഞാനല്ലേ, എന്നെ നോക്കിയത് ഈയുമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് അതിൻ്റേതായ കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ. അതുകൊണ്ട് തന്നെ ഉമ്മ മണ്ടി പാഞ്ഞെത്തിയത്. പൊന്നു മോളെ, സത്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഞമ്മക്ക് പ്രസവം കഴിയട്ടെ, കുഞ്ഞിനെ കൊണ്ട് പോകണം കേട്ടോ. കുട്ടിക്ക് മദീനയിൽ പോയിട്ട് പേരിടണം. മന നെയ്യത്താണിത്. എന്തേ? കഅബ ഷെരീഫിൻ്റെ അരികിലേക്ക് പോകണം, മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് കുഞ്ഞിനൊരു പേര് വെക്കണം ഇൻഷാ അല്ലാ. ഉമ്മ സത്യം പറഞ്ഞ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മ കരയേണ്ട മോളെ, നമ്മൾ പഠിച്ചവനോട് പറഞ്ഞോ, പഠിച്ചവനെ തരും, ചിലപ്പം കുറച്ച് വൈകും എന്ന് കരുതിയിട്ട് നമ്മൾ ക്ഷമ വിടാൻ പാടില്ല. എനിക്കെൻ്റെ മോള് നഷ്ടപ്പെടുന്ന വല്ലാത്ത വേദനയായിരുന്നു റബ്ബേ. പഠിച്ചവൻ എൻ്റെ നുസൈബയെ പോലൊരു പെണ്ണ് എനിക്ക് എൻ്റെ മരുമകളായി വന്ന അവൾ എന്നെ വിട്ടു പോവുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സ് വല്ലാണ്ട് വേദനിച്ചിരുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാ, എനിക്ക് ആ കുട്ടിയെ തിരിച്ചു തരണം കേട്ടോ. അവളെൻ്റെ കുട്ടിയാണ്. ഒരിക്കൽ പോലും അവളെ എൻ്റെ അരികിൽ നിന്ന് പറഞ്ഞേക്കല്ലേ അല്ലാ. കരഞ്ഞിട്ടായിരുന്നു ഞാൻ ദുആ ചെയ്തത്. എത്ര എളുപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ മോൻ മലേഷ്യയിൽ നിന്ന് വന്ന് കണ്ടെത്തിയ കുട്ടി നെയ്യ്, ഹിജാബിട്ട കുട്ടി, മുഖം കണ്ടിട്ടല്ല, അറിയില്ലായിരുന്നു ജ്യേഷ്ഠൻ്റെ വൈഫാന്നുള്ളത്. പിന്നല്ലേ സംഭവം പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞത്, പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിടില്ല. ചിലപ്പം കുറച്ച് ലേറ്റാവും എന്ന് കരുതിയിട്ട് നമ്മൾ നിരാശപ്പെടരുത്. പഠിച്ചോ എൻ്റെ കാര്യം നോക്കൂല, എനിക്കൊന്നും കിട്ടൂല, പ്രാർത്ഥിച്ചൊരു ഫലമല്ല, ഒരിക്കലും പറയരുത്. നമ്മൾ ചോദിക്കുന്നുവോ പടച്ച റബ്ബ് നമുക്ക് തരും. സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് അറിയണ്ട, കരയാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ കുട്ടി വയറ്റിലല്ല ഈ കുട്ടി. റബ്ബേ അല്ലാ, പഠിച്ചവനെ സോലിഹായി കുട്ടിയാക്കണേ അല്ലാ. ഉമ്മ പതുക്കെ അവളുടെ നിറവയർ തലോടിക്കൊണ്ടിരുന്നു. ഉമ്മാൻ്റെ കുട്ടിയെ കഴിഞ്ഞ മാസമായിരുന്നു പ്രസവത്തിന് കൊണ്ടുപോണേ ടൈം അല്ലേ. സാരമില്ല ഉമ്മ, അതിനു വേണ്ടി എൻ്റെ കുട്ടിക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി, നല്ല റാഹത്തിലാകാൻ ഒക്കെ. ഉമ്മ അത് ആയിക്കോട്ടെ, നമുക്ക് പ്രസവത്തിന് കൊണ്ടുപോകുന്നുള്ള ചടങ്ങ് കഴിക്കുക. കാരണം മോളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ, അതൊന്ന് കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോരാ. എന്തേ? സത്യം പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമാണ് വന്നത്. ഉമ്മ അതേ മോളെ, ഇങ്ങോട്ട് പോരട്ടോ, പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താം. എന്തേ? അതല്ലേ നല്ലത്. ഉമ്മ അത് എങ്ങനെയാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നുസൈബാക്ക് അവളുടെ വീട്ടിൽ നിൽക്കുന്നത് താല്പര്യമില്ലായിരുന്നു. കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അവളുടെ ഉമ്മ വയലൻ്റ് ആകും, ഉമ്മ ഓരോന്ന് ചീത്ത പറയും. അതൊന്നും കേൾക്കാൻ നുസൈബക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഉമ്മ എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. എനിക്കറിയാലോ എൻ്റെ മോളുടെ ഇഷ്ടം എന്താന്ന്. മോളെ ഇതാ. ഉമ്മ പെട്ടെന്ന് അതാ ഉമ്മയുടെ ബാഗിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നു. എൻ്റെ പൊന്നു മോൾക്ക് ഞാൻ വാങ്ങിയതാണിത്, വേറെ ഉള്ളവർക്കൊന്നും വാങ്ങണ പോലല്ലല്ലോ. ഉമ്മ പെട്ടെന്ന് അതാ ഒരു പെട്ടി എടുക്കുന്നു. അതിൽ നല്ല ഒരു ഗോൾഡൻ കവറ്. ഉമ്മ എന്തായിരിക്കും? എന്തുമ്മ? അതെ, എൻ്റെ കുട്ടിക്ക് ഞാൻ മദീനത്തെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണിത്. ഉമ്മ എന്താണ്?
ഏ അതിൽ നിന്ന് മനോഹരമായ ഒരു മാല എടുത്തുകൊണ്ട് അതാ മോളെ ഇങ്ങോട്ട് തന്നാണി ഉമ്മൻ്റെ കുട്ടി. ശരിക്കും നുസൈബ അത്ഭുതപ്പെട്ടു. ഉമ്മ അത് എനിക്കതൊന്നും. പൊന്നുമോളെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നുസൈബയുടെ കഴുത്തിൽ മനോഹരമായ ഒരു മാലയാണ് ഉമ്മ അണിയിച്ചു കൊടുത്തത്. ശരിക്കും നുസൈബ കരഞ്ഞു പോയി. ഉമ്മ എന്തിനാണ് ഇതൊക്കെ എന്തിനും ഉമ്മ എനിക്ക്? പൊന്നുമോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് വാങ്ങിത്തരാൻ ഞാൻ പറ്റുമോ? ഉമ്മാൻ്റെ മോൾക്ക് ഉമ്മ വാങ്ങിയതല്ലേ വേട്ടാളി. നോക്കട്ടെ, മാഷാ അല്ലാ നല്ല മട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഈ ലോക്കറ്റും കൂടി ആയപ്പോൾ എന്ത് ഭംഗിയില്ലേ. എൻ്റെ കുട്ടിക്ക് ഇട്ടപ്പോഴാണ് ഈ മാലൻ്റെ ഭംഗി കിട്ടിയത്. എനിക്ക് കിട്ടിയിട്ട് തീരെ ഒരു ഇറക്കമില്ലാത്ത പോലെയായിരുന്നു. പിന്നെ ഞാനും മുംതാസൊക്കെ കൂടി സെലക്ട് ചെയ്തതാണിത്. മോളെ ഇത് നന്നായിട്ടുണ്ട് എൻ്റെ മോൾക്ക്. ആ ഇനി പോയിക്കോ. പഠിച്ചോനെ ഷമ്മാസ് വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഉമ്മാക്കും മരുവൾക്കും കൂടി അതിൻ്റെ ഉള്ളിൽ വലിയൊരു സ്വകാര്യം പറിച്ചിൽ. ആരോടും പറഞ്ഞിട്ടില്ല, ആരും അറിയില്ല. നല്ല ഉഷാറായിക്കണം. അതുകൊണ്ടൊക്കെ കാണി ഈ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി. ഉമ്മയുടെ ഖജനാവിനടുത്തുള്ള ആ ഒരു വലിയ അലമാരയിലെ കണ്ണാടിയിലേക്ക് അവളെ കൊണ്ട് ഉമ്മ മഞ്ചായിട്ടുണ്ട്. എൻ്റെ സുന്ദരി പെണ്ണ്, മാഷാ അല്ലാ. ഓ എൻ്റെ റബ്ബേ. ആയിക്കോട്ടെ ഇനി പോയിക്കോളി ഉമ്മാൻ്റെ കുട്ടി. ഇനി ഉമ്മ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഉമ്മ എന്തിനായിരുന്നു ഉമ്മ ഇതൊക്കെ എനിക്ക് വേണ്ടി? പൊന്നുമോളെ എനിക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമാണ്. എനിക്ക് വാങ്ങണം തോന്നി, ഞാൻ വാങ്ങി. അതിനിപ്പോൾ എന്താ എൻ്റെ മുതലുകൊണ്ട് ഞാൻ വാങ്ങിയതില്ല എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇനി പോയിക്കോളി. ഇനിയിപ്പോൾ ഷമ്മാസ് ബേജാറാക്കണ്ട. നിറവയറുമായി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ വാതിൽ തുറന്ന് കടന്നു വരുന്നു. ഷമ്മാസ് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷമ്മാസിൻ്റെ മുഖമാകെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. അവനാകെ ടെൻഷനായിട്ടുണ്ട്. ഉമ്മ വീണ്ടും വാതിലടച്ചു. അവൾ പുറത്തേക്ക് കടന്നപ്പോൾ ഓ എൻ്റെ റബ്ബേ സമാധാനം. എൻ്റെ കുട്ടീൻ്റെ കൗത്തി ഒന്ന് ഇട്ട് കൊടുക്കണം, വല്ലാത്തൊരു പൂതി എന്നത്. എന്നാൽ ഈ സമയം ഷമ്മാസ് നുസൈബയെ കാത്തിരിക്കുകയായിരുന്നു. ഷമ്മാസ് നുസൈബയെ ആകാംക്ഷയോടെ നോക്കി. അത് എന്ത് പറയണമെന്നറിയുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അവൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. പഠിച്ചോനെ അവളോട് ഉമ്മ എല്ലാം ചോദിച്ചറിഞ്ഞോ? റബ്ബേ എന്തായിരിക്കും അവസ്ഥ? പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് കൂടുതൽ സുന്ദരിയായതായിട്ട് ഷമ്മാസിന് തോന്നി. നുസി ഇക്ക എങ്ങനെയുണ്ട്? പെട്ടെന്നാണ് ഷമ്മാസ് ആ ഒരു മാല. നുസി ഇത് അതെ ഉമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നാണ്. ശരിക്കും പറഞ്ഞ ഷമ്മാസിൻ്റെ മുഖമൊന്ന് വിടർന്നു. അവൻ്റെ കണ്ണുനീര് ഒഴുകിയ ആ കണ്ണുകൾ തിളങ്ങി. നസി ഉമ്മ നമ്മളെ വീണ്ടും ഞെട്ടിച്ചു അല്ലേ? സത്യം പറഞ്ഞാൽ ഷമ്മാസ് വിങ്ങി പൊട്ടിപ്പോയി. ഇക്ക ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉമ്മ എന്ന് വെച്ചാൽ എല്ലാവരും പോലെയല്ല. എൻ്റെ ഉമ്മയെക്കാളേറെ എപ്പോഴും എനിക്ക് 100 ഇരട്ടി ഇഷ്ടം നമ്മുടെ ഉമ്മയോടാണ്. സത്യമായിട്ടും അവൾ കരയുകയായിരുന്നു. ഷമ്മാസ് അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. എടി ശരിയാണ്, നമ്മളുമ്മ ഏറ്റവും നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മളാണ് മോശക്കാർ അല്ലേ ഇക്ക? സത്യമായിട്ടും ഉമ്മ നൽകിയ ആ മനോഹരമായ മാല അവൻ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി എന്ത് ഭംഗിയാണിത് കാണാൻ. നീ ഇതങ്ങോട്ട് ഇട്ടപ്പോഴേ വല്ലാത്ത സൗന്ദര്യം തോന്നിപ്പോവാണ് പെണ്ണെ നിന്നെ. സത്യമായിട്ടും നുസൈബയുടെ ആ ഒരു കഴുത്തിൽ പതുക്കെ ഷമ്മാസ് തൊട്ടുകൊണ്ട് പറഞ്ഞു. എടി പെണ്ണെ നിൻ്റെ ഈ മനോഹരമായ കഴുത്തിലേക്ക് ഈ ഒരു മാലയുടെ ഈ ഒരു തിളക്കം വല്ലാണ്ടങ്ങ് പ്രകാശിക്കുന്നു പെണ്ണെ. സത്യമായിട്ടും അല്ല ഉമ്മ നിനക്ക് ഗിഫ്റ്റ് ഉണ്ടെന്നോ? എനിക്ക് എന്തേ ഉണ്ടാവോ? അറിയില്ല, ഇത് എന്നെ മാത്രം വിളിച്ച് തന്നതല്ലേ. ആരുടെ മുമ്പിൽ വെച്ചും ഉമ്മ എനിക്ക് തന്നില്ല. അതൊരു പക്ഷേ അവരുടെ ഇടയിൽ വെച്ചൊക്കെ തരുമ്പോഴെല്ലാവർക്കും വിഷമമെന്ന് കരുതിയിട്ടായിരിക്കും ഉമ്മ എന്നെ മാത്രം വിളിച്ച് വാതിലടിച്ച് തന്നത്. അതിനിവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ അല്ലേ നേരത്തെ? ആയിക്കോട്ടെ. അല്ലാ പഠിച്ചോനെ, ഇത്രക്കും സ്നേഹനിധിയായ ഉമ്മയെയാണ് ഞങ്ങൾ പറ്റിച്ചത്. ഉമ്മയുടെ ഇഷ്ടമല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി, അതുകൊണ്ട് ഉമ്മയുടെ എല്ലാം നഷ്ടമായി. റബ്ബേ എൻ്റെ ഉമ്മക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. ഡ്രസ്സ് മാറ്റൽ കഴിഞ്ഞ് ഉമ്മ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു.
ഓ ഷാമോനെ, മോൻ്റെ കുട്ടി ഒന്നും ഇവിടെ വന്നിരുന്നാണേ. അല്ലാ, എൻ്റെ കുട്ടീൻ്റെ അടുത്തൊന്ന് ഇരിക്കട്ടെ കുറച്ച് നേരം. അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഉംറയ്ക്ക്? മോനെ എല്ലാം റാഹത്തായിട്ട് ചെയ്തു. മാക്സിമം മുംതാസ് ഉള്ളതുകൊണ്ട് ഞാനും ഓളും നല്ലോ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഓളെ ബാപ്പയും ഉമ്മയും, ബാപ്പാക്ക് അത്ര കഴിയാത്തതുകൊണ്ട് എന്നാലും ഫൈസൽ മാക്സിമം അതിനെക്കൊണ്ട് ചെയ്യിപ്പിച്ചിക്കണേ. ഉമ്മ ഫൈസയ്ക്ക് ഉണ്ടായത് ഭാഗ്യമല്ലേ, അതുകൊണ്ടല്ലേ മോനെ ഓല് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് കഴിച്ചിലായി പൊന്നു മോനെ ഷമ്മാസേ. ഫൈസലിന് ഭാഗ്യമാണ്, ഫൈസലിന് ഭാഗ്യം വെച്ചാൽ ഭാഗ്യക്കാരനാണ്. അങ്ങനെ ഒരു കുടുംബത്തിനെ കിട്ടിയിരിക്കണേ. എന്തോ പഠിച്ചവൻ്റെ കുതിർത്ത് നമ്മൾ ദ്വാരന്നൊക്കെ ഉമ്മാരെ പ്രാർത്ഥന സ്വീകരിക്കുന്നൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കും മോനെ ഷമ്മാസേ. ഉമ്മാൻ്റെ കുട്ടി ഷോപ്പിൽ പോയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ പോകും. എങ്ങനെയാണ്? ഇന്നിപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി ലീവാക്കിയിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോൾ നാളെ മുതൽ പോയിക്കൊണ്ടിരുന്നാലേ, കുറേ ലീവൊക്കെ ആക്കിയില്ലേ. എന്നാൽ ഉമ്മയോട് ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അവളും ഫ്ലാറ്റിലായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഷമ്മാസ് പറഞ്ഞിട്ടില്ലായിരുന്നു. പൊന്നും മോഞ്ഞ് നാളെ മുതൽ കറക്റ്റ് ജോലിക്ക് പോയിക്കോ. ന്യൂസിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവുമല്ലോ. കുറേ ഇടങ്ങാറായില്ലേ, സാരില്ല. എന്തായാലും നല്ലൊരു പ്രവർത്തിക്കല്ലേ അമ്മ പോയത്. പിന്നെ ഇനിയിപ്പോൾ എനിക്കൊരാൾ അത്യാവശ്യക്കാരം മോനെ. എനിക്ക് ഇനിയിപ്പോൾ ഒരാൾ വേണം. അതായത് ഇനിയിപ്പോൾ എൻ്റെ ഓളെ പ്രസവത്തിന് കൊണ്ടുപോലും ഒക്കെ ഉണ്ട് കഴിച്ചുകാണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ പ്രസവവും കാര്യങ്ങളൊക്കെ പൊന്നും മോനെ ഇവിടെ ഉണ്ടാക്കാം. ഇനി ഓരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളെ വിളിച്ചുകാണ്ട് കേട്ടോ. ഉംറ കഴിഞ്ഞ് വന്ന ഉമ്മയെ കാണാൻ നുസിയുടെ വീട്ടുകാരെല്ലാം എത്തിത്തുടങ്ങുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ അല്ലാ, ഏതായാലും റാഹത്തായി കണ്ടു പോകുന്നല്ലേ മോളെ നുസിയെ. അല്ല വേണ്ട മോനെ ഷമ്മാസേ, മോൻ്റെ കുട്ടികൾ സംസമ്പളൊക്കെ ഒന്ന് ഒഴിച്ചുകൂടി, ഈത്തപ്പ എടുത്തോളി. വരുന്നവർക്കെല്ലാം ഷമ്മാസ് തന്നെയാണ് അതിനു വേണ്ടി നിൽക്കുന്നത്. നുസിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേൽക്കാനും ഓടാനും കഴിയാത്ത സ്ഥിതിക്ക് അവളോടൊന്നും ഉമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി വന്നു. എന്നാൽ ഉമ്മ നുസൈബിയെ കാണുന്നു. എവിടെ ഇരുന്നിപ്പോൾ? ഇവിടെ നല്ലേനല്ലേ, നിങ്ങൾ എവിടെ പോയി താമസിക്കാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്താൻ നിന്നില്ല. നിങ്ങളേതായാലും അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കല്ലേ നല്ലത്. അതുകൊണ്ടാണ് മോളെ പിന്നെ ഞാൻ വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാഞ്ഞത്. ഉമ്മ എനിക്കറിയാം, അത് സാരമില്ല. എന്നാൽ നുസൈബയുടെ ഉമ്മയോട് കാര്യങ്ങൾ പറയുന്നു. പിന്നെ മോളെ കാര്യത്തിൽ എന്താണ്, പ്രസവത്തിന് കൊണ്ടുപോലൊക്കെ വൈകി. എന്നാൽ ഇനി പെട്ടെന്ന് ഡേറ്റ് ആക്കിക്കുകയാണെങ്കിൽ, നല്ലൊരു ദിവസമില്ലാത്ത ദിവസം നോക്കി ആക്കിക്കുകയാണെങ്കിൽ പ്രസവത്തിനാണ് കൊണ്ടുപോകുകയും. പെട്ടെന്ന് ഐഷുമ്മ പറഞ്ഞു, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മളെ ഏത് ഉസ്താമാരോടൊക്കെ ചോദിച്ചത് നല്ല ദിവസം നമുക്ക് ആക്കാം, കൊണ്ടുപോയിക്കോളി. പക്ഷേ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോന്നോട്ടെ, അതായിരിക്കും നല്ലത്. ശരിക്കും നുസൈബയുടെ ഉമ്മ ഞെട്ടിപ്പോയി. ആദ്യത്തേതാകുമ്പോൾ അതിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലേ, നിങ്ങൾക്ക് പൂതി ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ആണെങ്കിൽ ഒരാഴ്ച അവിടെ നിൽക്കണോ? എൻ്റെ അഭിപ്രായം നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ട. നിങ്ങൾ ഉപ്പക്കഞ്ഞിപ്പോൾ പിന്നെ പ്രസവിച്ചിട്ട് കെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, ഓരോ കേന്ദ്രങ്ങളൊക്കെ, അങ്ങനെ ആക്കിയാലും മതി. പക്ഷേ എനിക്ക് അതിമൊക്കൊരു താല്പര്യമില്ല. എന്താ അറിയില്ല, നമ്മളെ പെരയിൽ വെച്ച് വിളമ്പുണ്ടാക്കണേ നമ്മളെ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിമൊക്കെയാണ് എനിക്ക് റാഹത്ത്. പൈസക്കാരല്ല അങ്ങനെയൊന്നല്ലല്ലോ. 10 ഉറുപ്പ്യ കൊടുത്താലിപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ റൂമിൽ ഇങ്ങനെയും അതിനായിട്ടുള്ള സിസ്റ്റർമാരും ആൾക്കാരും നോക്കാനും വെക്കാനും വിളമ്പാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം അമ്മക്കോ ആർക്കും വേണമെങ്കിൽ നിൽക്കുകയും ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ. അതൊക്കെ നല്ല മട്ടം പോലെ അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടാം. പക്ഷെ പുത്തൻ വീട് തറവാട്ടിൽ നുസൈബ പെറ്റി കിടക്കണം എന്നാണ് എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം. ആയിഷമ്മയുടെ ആ ആഗ്രഹം കേട്ട് ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നാമത്തതൊക്കെ ആകുമ്പോൾ ആൾക്കാർ പറയില്ലേ. പൊന്നാര നുസ്രത്തെ, ഞാൻ എൻ്റെ ഒരു മോളെപ്പോലെ ആയിട്ടാണ് എന്നോടിത് പറയണത്. ആൾക്കാർ പറയുന്നത് ഇവിടെ നോക്കണ്ട. ആൾക്കാർ പറയണതും ആൾക്കാർ കേൾക്കണില്ല. നമ്മളെ സൗകര്യമാണ് നോക്കേണ്ടത്. നല്ല മട്ടത്തിന് ദ്വാരന്ന് കൊണ്ടുപോയിക്കോട്ടെ കുട്ടിനെ, ഒരാഴ്ച അവിടെ വന്നിട്ട് പോന്നോട്ടെ. എന്താ എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം നുസൈബാൻ്റെ ഉപ്പ ദിവസം കൂലിപ്പണിക്ക് പോണ ആളാണ്. ആ മനുഷ്യനിട്ട് ഇടങ്ങാറാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുത്തൻ വീട് തറവാട്ടിൽ ഇവനെ പെറ്റ് കുട്ടിനെ തള്ളിന് ഇങ്ങോട്ട് തന്നെ ആക്കണം എന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഷമ്മാസിനോട് ഞാൻ പറയണതും. എൻ്റെ അഭിപ്രായം അതാണ്.
ഇപ്പോൾ ആശുപത്രിക്ക് പോകണമെങ്കിൽ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പം എന്നാൽ പോയിക്കോട്ടെ. ആകെ ഇപ്പോൾ 1 മാസം 1.5 മാസം ഉണ്ടാന്നാവോ? അല്ലേ, എന്താ നിങ്ങളെ അഭിപ്രായം? എനിക്കെന്നാ കേടൊന്നുമില്ല. നിങ്ങളെ മനസ്സിൽ അങ്ങനെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഉപ്പാനോടൊന്ന് ചോദിച്ചു നോക്കാളി ട്ടാ. അപ്പോൾ തന്നെ നുസൈബയുടെ ഉപ്പയോട് കാര്യങ്ങൾ പറയുന്നു. നോക്കി, ഇവർ പറയണത് പ്രസവത്തിന് കൊണ്ടുപോലെ കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാ, പ്രസവിച്ച് കിടക്കൽ ഇവിടെ ആക്കാം എന്നൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു, നുസ്രത്തെ ഇടി ഐഷും എന്താ പറയണത് അതിനനുസരിച്ച് നിന്നോളി. ഓള് തെറ്റായ രീതിയിലൊന്നും പറയില്ല. ഓള് എന്താന്ന് വെച്ചാൽ അതിൻ്റെ മട്ടത്തിന് തന്നെ പറയുള്ളൂ. ഓല് അതിനനുസരിച്ച് കാട്ടി കൂട്ടിക്കോളും. അല്ലാതെ നമ്മളെ കൊണ്ട് ഇതൊക്കെ ഓല് പറഞ്ഞു അതിനുള്ള പൈസയും കാര്യങ്ങളും ഒന്നും വിഷയമല്ല. പക്ഷേ ഇവിടെ ഉമ്മാക്കൊരു പൂതി ഇവിടെ തന്നെ പ്രസവിച്ച് കിടക്കണമെന്ന്, ഓളെ നോക്കണമെന്ന്. അതാണ് ഓലെ മനസ്സിൽ. എനിക്ക് ഓളെ നോക്കണം. അതാണ് ഒരു അമ്മായിമ്മയൊക്കെ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ, എടി ഞാൻ എന്നോട് പറഞ്ഞില്ലേ നല്ലൊരു ഉമ്മയാണ് ഐഷുമ്മ എന്നുള്ള ഉമ്മ. അതിൻ്റെ അടുത്തൊക്കെ നമ്മളെ മരുമകളായിട്ട് നമ്മളെ മോൾ എത്തിക്കിട്ടി എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ. 2ാമത്തെ ഓളന്നല്ലേ വന്നത്, പിടിച്ച് കയറ്റിയ തന്നെയല്ലേ. ആയിക്കോട്ടെ, ഐഷുമാൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ. ഉപ്പക്ക് ആ കാര്യത്തിൽ സമ്മതമായിരുന്നു. ആയിക്കോട്ടെ എന്നാൽ പറയല്ലേ, നോക്ക് നമുക്ക് ഒരാഴ്ചയെങ്കിലും അവിടെ നിന്നിട്ട്. എന്തെന്നറിയില്ല, നുസൈബയുടെ ഉമ്മ അല്പം ഒരു സ്ലോ ആയിട്ടുണ്ട്. എന്തെന്നറിയില്ല, ഷമ്മാസ് അവളെ വിട്ട് കളയൂല, അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഉറപ്പായതുകൊണ്ടായിരിക്കും. മറ്റേത് പാതി വയലേക്ക് ഉപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ അത് ഏതൊരു ഉമ്മാർക്കും സങ്കടമാണ് സംഭവം തന്നെ അല്ലേ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആയത്തും അങ്ങനായി പിന്നത്തും അങ്ങനായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് ഐഷുമ്മ അതാ ഉമ്മയോട് പറയുന്നു, അതേ വീട് പണിയൊക്കെ എന്തായിക്കണം ആവല്ലേ, കുടിരിക്കലാണ് കഴിച്ചതിന് അതിൻ്റെ മുമ്പ് തന്നെ അങ്ങോട്ട് എന്നിട്ടുള്ള പ്രസവത്തിന് കൊണ്ടുപോലാക്കിയാലോ, അതല്ല നല്ലത്. അല്ലേ പിന്നെ അതിൻ്റെ മുമ്പാക്ക് ഞാൻ ഏതായാലും വല്യമ്മാനൊന്ന് കാണാൻ വരുന്നുണ്ട്. വല്യമ്മാനെ ഒന്ന് കാണാൻ വന്നിട്ട് ഇൻഷാ അല്ലാ ഓലോട് കൂടെ ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മളെ ഇഷ്ടം മാത്രം നോക്കുന്നത് ശരിയല്ലല്ലോ. ഷാമും പറഞ്ഞതിന് ഉമ്മ വന്നിട്ടാണ് കുടിരിക്കൽ എന്നൊക്കെ. ഇൻഷാ അല്ലാ അതിനനുസരിച്ച് എന്താ വെച്ചാൽ കാട്ടട്ടോ. സത്യം പറഞ്ഞാൽ ഐഷുമ വന്നപ്പോൾ തന്നെ ആ വീട്ടിൽ വല്ലാത്തൊരു ഐശ്വര്യമുള്ളതായിട്ട് എല്ലാവർക്കും തോന്നി. പേര് പോലെ തന്നെ ഐഷുമ്മയും ഐശ്വര്യവും ഒരുപോലെ വന്നതുപോലെയാണ് തോന്നിയത്. പെട്ടെന്ന് നുസൈബയുടെ കഴുത്തിൽ പുതിയതായി വെട്ടിത്തിളങ്ങുന്ന ആ മാല, മോളെ ഇത് മാല മാറ്റിയോ? അല്ലുമ്മ, ഇത് ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പഠിച്ചോനെ മാഷാ അല്ലാ, നല്ല രസമുണ്ടല്ലോ മോളെ, ഇത് സത്യമായിട്ടും. ഉമ്മ എടി ഇതൊക്കെ ഇപ്പോൾ എന്തിനാലേ? സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളെ, ഉപ്പ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഉമ്മാനെ എനിക്ക് കിട്ടിയിരിക്കണത് പഠിച്ചവനായിട്ടാണ് എനിക്ക് തന്നത്. ഞങ്ങളാരും ഒന്നിനും അധികം അഭിപ്രായം വ്യത്യാസം പറയാൻ വരുന്നില്ല. ആ ഉമ്മയുടെ ഇഷ്ടം പോലെ കൈക്കോട്ടെ കേട്ടോ. പ്രസവത്തിന് കൊണ്ടുപോലെ നമുക്ക് കടമ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് എനിക്ക് പോരാ കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നുസൈബയുടെ മുഖം വല്ലാതിങ്ങ് വിടർന്നു. അല്ലാ, എനിക്ക് ഷാമോൻ എപ്പോഴും കാണാലോ, ഷമ്മാസിൻ്റെ കൂടെ എപ്പോഴും എനിക്ക് നിൽക്കാലോ. അതാണ് അവൾ ആലോചിച്ചത്. ചിരിക്കൊന്നും വേണ്ടത്, എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ വലിയ പൊറുതിയടാ. 2 ദിവസം നിന്നെങ്കിൽ നിന്നു, എന്നാൽ തന്നെ വിളിയും തെളിയായിട്ട് അങ്ങനെ അങ്ങോട്ട്. അല്ലെങ്കിൽ നിങ്ങളൊപ്പം നിൽക്കുന്ന നല്ലത്. ഇനിയിപ്പോൾ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണമെന്നില്ല. വരുമ്പോൾ 2ആളും കൂടെ വിരുന്ന് പോരി, തിരിച്ചു പോരി. എന്ത് സമാധാനമായില്ലേ? ഉമ്മ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. നുസൈബ പറഞ്ഞു, ഉമ്മ എന്തെന്നറിയില്ല, ഷാമോനില്ലാതെ നിൽക്കെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എനിക്കറിയാം. പഠിച്ചറബ് നില നടത്തി തരട്ടെ എന്നും കണ്ടേ ഈ ഒരു സ്നേഹബന്ധം. അപ്പോഴേക്കും ഷമ്മാസ് അതാ ഫുഡുമായി എത്തിയിരുന്നു. പഠിച്ചോനെ എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നിൽക്കണേ? ഒന്നുമില്ല ഷാമോനെ, അങ്ങോട്ട് വിളമ്പിക്കൂടെ? വേണ്ട മോനെ, ഞാൻ വിളമ്പിക്കണം. ഉമ്മയും അവളുടെ അനിയത്തിമാരും എല്ലാവരും കൂടി അതാ ഫുഡൊക്കെ വിളമ്പി സെറ്റാക്കുന്നു. ഓലെന്നെ മതിയല്ലോ അല്ലേ? എന്താന്നില്ലേ, വിരുന്നേരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടുണ്ട് എൻ്റെ ഷമ്മാസെ. ഷാമോനാണ് മാറിക്കോ, ഓൻ ഞങ്ങളെ മരുവനല്ലേ, ഞങ്ങളല്ലേ ഓനക്ക് വിളമ്പി കൊടുക്കേണ്ടത്. അതാ നല്ല മന്തിയും ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ട്. പഠിച്ചോനത്തൊക്കെ എന്തിനാ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത്? അല്ലേ ഇന്ന് വന്നിട്ട് കയറിയിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. തിന്നോളി, എല്ലാവരും തിന്നോളി പള്ളർച്ച്. മോനെ ഷാമോനെ, ഐഷുമ്പോൾ തന്നെ എല്ലാവർക്കും മന്തിയും അൽഫാമും ഒക്കെ ഇട്ട് കൊടുക്കുന്നു. കഴിച്ചോടി മക്കളെ. മോനെ
എന്താ ഉള്ളത്? പിന്നെ ജ്യൂസോ സെവനപ്പോ എന്താ കൊടുത്താ ആ കുട്ടികൾക്കൊക്കെ വേഗം കൊടുത്തുകൂടി. അല്ലാ ഷാമോനെ ഉമ്മാൻ്റെ കുട്ടി ആ പെട്ടത് പൊളിച്ചോടെ. ഉമ്മ പെട്ടിയോ? ആ മോനെ അതൊക്കെ പൊളിച്ചൂടി. പോൽക്കുള്ളതൊക്കെ ഞാൻ കൊണ്ടേക്കണ് ഉമ്മ. അത് പിന്നെ കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പം അത് എനിക്കത് ഒരു എന്നായിക്കോട്ടെ. എന്നാൽ സംസമുള്ള ഈത്തപ്പഴ കുടിച്ചില്ലേ, ആയിക്കോട്ടെ. മിഠായും കൊടുക്ക് കുട്ടികളെ കയ്യിൽ. എല്ലാവരും സന്തോഷത്തോടു കൂടി മന്തിയും ബിരിയാണിയും എല്ലാം കഴിക്കുന്നു. എന്നാൽ ഈ സമയം നുസൈബയുടെ ഉപ്പ പറഞ്ഞു, ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ പോക്ക് വരൊക്കെ ആയിരിക്കും. അതിനെന്താ, സന്തോഷേ ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ല സന്തോഷമേ ഉള്ളൂ. നുസൈബയുടെ ഉമ്മാക്കും മക്കൾക്കും ഉപ്പാക്കൊക്കെ വല്ലാത്തൊരു റാഹത്ത് തന്നെ. പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോൾ ഉപ്പ ഉമ്മയോട് പറഞ്ഞു, എടി ഇജിങ്ങനെ എപ്പോഴും ചൂടാവുമല്ലോ. ഈ ഉമ്മാൻ്റെ ഒരു സ്വഭാവം അതങ്ങനെയാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രക്കും എങ്ങനെയൊക്കെ ആയിട്ടും എൻ്റെ മോളെ അങ്ങോട്ട് തന്നെ കെട്ടിച്ചത്. ആ ഉമ്മാൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ. ആയിക്കോട്ടെ, വേഗം ചോറുന്നോളെ. ഇനിയിപ്പോൾ രണ്ടാമത്തെ നമ്മളെ മോളെയും കെട്ടിക്കേണ്ടി വരുമോ? അതായിട്ടില്ലല്ലോ പെണ്ണെ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്തെന്നറിയില്ല, അവരുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. നുസൈബയുടെ ഉമ്മ ചോറ് വിളമ്പി കൊടുക്കുവാൻ വീണ്ടും മതിയായിട്ടല്ല, ഞങ്ങൾ ഇട്ടോളല്ലോ. എല്ലാവരും അതാ ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തായി. നുസീ മാൻ്റെ കുട്ടി പോരണോ? അത് കേട്ടപ്പോൾ ഐഷുമ്മ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഒന്ന് കണ്ടാട്ടെ. എൻ്റെ കുട്ടീനെ ഇപ്പോൾ നിൽക്കാൻ പൂതിയായിട്ട് മണ്ടിയതാണ് ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിൽ എത്തണം തോന്നി. ഈ കുട്ടി ഈ കോലത്തിൽ നിൽക്കുകയല്ലേ. എൻ്റെ ഷമ്മാസിൻ്റെ കുട്ടിയാണ്. റബ്ബേ അല്ലാ പഠിച്ചോനെ, എനിക്കായിരുന്നു കണ്ട് കിട്ടിയാൽ മതി. പേരക്കുട്ടികളൊക്കെ പോയില്ലേ, ആയിക്കോട്ടെ, സമാധാനത്തോടു കൂടി ഒരു പോയി ജീവിച്ചോട്ടെ. നല്ല മട്ടത്തിന് എവിടെ വെച്ച് ജീവിക്കട്ടെ. എൻ്റെ സൗദി നവാസ് മക്കളും കുറേ കഷ്ടപ്പെട്ടല്ലേ. ഇപ്പം ഏതായാലും എൻ്റെ മരുവളെ കൊണ്ട് ഒരു ഇതുമില്ല. എൻ്റെ സൗദ എൻ്റെ കുട്ടീനെ നല്ലോണം നോക്കും, മക്കളെ നോക്കും, അത് മതി, വേറൊന്നും വേണ്ട. ഓല് ജീവിക്കട്ടെ, അവൾ സുഖമായിട്ട്. ഇങ്ങോട്ട് വരുത്തൊന്നും വേണ്ട. ഇവിടുത്തെ പണിയെടുക്കാനെന്ന് കരുതിയിട്ട് ഒരാൾ വേണ്ടേനും. അതിനൊക്കെ എനിക്ക് ആളെ കിട്ടും. എൻ്റെ മക്കൾ നല്ല മട്ടത്തിൽ കഴിഞ്ഞാൽ മതി, അതുള്ളൂ. എവിടെയായാലും വേണ്ടില്ല, ഒരു ഭർത്താവും ഭാര്യയും മക്കളും നല്ല മട്ടത്തിന് കഴിയണം. അതുമാത്രം എനിക്കുള്ളത്. ഫസീല തൻ്റെ പ്രിയപ്പെട്ട നവാസിനെ കാട്ടിയതും പറഞ്ഞതും മക്കളെ കാട്ടിയതൊക്കെ ഉമ്മ ഓർത്തു. റബ്ബേ, അപ്പോൾ ഒരു പേരക്കുട്ടിനെ കാണാൻ വല്ലാത്ത പൂതി ഉണ്ടല്ലേ. എനിക്ക് പിന്നെ ആരാ ഉള്ളത്? എൻ്റെ ഷാമോനും എൻ്റെ നുസൈബാൻ്റെ ഒരു കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടല്ല. അതുതന്നെ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് വന്നത്. ഏതായാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പോവട്ടോ, തിരക്ക് കൂട്ടണ്ട. ഇനിയിപ്പോൾ നമുക്ക് കുടിരിക്കൽ ഫസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ പ്രസവത്തിന് കൊണ്ടുള്ള ഫസ്റ്റ് കഴിക്കുക. നമുക്ക് ചോദിച്ചോക്കട്ടെ, ഷാമോ ചോദിച്ചോക്കട്ടെ കേട്ടോ, പള്ളിയിൽ ഉസ്താദിനോടൊക്കെ ഒന്ന് പോയിട്ടേ ഒന്ന് ചോദിച്ച് നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ മട്ടം പോലെ ചെയ്യട്ടോ. ഇന്ന് പോകണ്ട, നാളെ പോയാൽ പോരെ. അല്ല, ഞങ്ങൾ ഇന്ന് പോട്ടെ, മക്കൾക്കൊക്കെ പരീക്ഷിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ അല്ലേ. ഇവിടെ നിന്ന് ഷാമോ കൊണ്ടാക്കി തരും രാവിലെ. എന്ന് ഇവിടെ നിന്നോളി, ഇവിടെ ആരുമില്ലല്ലോ. അല്ല, ഞങ്ങളിഞ്ഞ് പിന്നെ വരണ്ട് ഇൻഷാ അല്ലാ. അത് അല്ലേ ഷാമോനെ ഒന്ന് പറയടാ, ഒന്ന് പോകണ്ട, നമുക്ക് പൂതിയല്ലേ, വർത്താനം പറഞ്ഞിരിക്കാമല്ലോ കുറച്ച് നേരമൊക്കെ കേട്ടോ. ആയിഷമ്മ അത് വല്ലാതെ നിർബന്ധിക്കുകയാണ്. പക്ഷേ അവർക്ക് പോകുവാൻ തിടുക്കമായി. അല്ല, ഞങ്ങളെ പിന്നെ വന്നിട്ട് ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഉമ്മയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയല്ലേ, ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ അങ്ങോട്ടൊന്ന് വരി പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ. പോവുകയാണോ? അല്ലാ, വല്ലാത്തൊരു പുതുമ. എന്നാൽ ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു ദിവസം പാർക്കാൻ വരിട്ടോ ഇങ്ങോട്ട്. ആയിക്കോട്ടെ, ഞാൻ ഒരു ദിവസം ഇന്നിപ്പോൾ നിങ്ങൾക്ക് പോക്കുകാരും വരവേരൊക്കെ ഉണ്ടാവും, നിങ്ങളെ കാണാൻ വരുന്നവരൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മോശമില്ല, അതിനിപ്പോൾ എന്താ. ഐഷമ്മ നിർബന്ധിച്ച് അവരോട് അവിടെ നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നുസൈബ് പറഞ്ഞു, ഉമ്മ ഇവിടെ നിന്നോളെ, അതിനെന്താ മോളെ, ഞങ്ങൾ പിന്നെ വരണ്ട്. അങ്ങനെ അതാ അവർ വീട്ടിൽ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞാൽ ഐഷമ്മക്ക് ഇത് വല്ലാത്ത സങ്കടമായി. പോവുക അല്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലൊന്നും അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ പിന്നെ വരണ്ടേ ഇൻഷാ അല്ലാ കേട്ടോ. ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയാലും നിങ്ങൾ പറയട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ, ഞാൻ ഷാമോനെ ഇന്ന് തന്നെ പറഞ്ഞേക്കും. ഇന്ന് തന്നെ പറഞ്ഞയച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇതാക്കിപ്പിക്കൂട്ടോ. ഷാമോനെ, ഉമ്മ മോനെ ഫുഡ് കഴിച്ചിട്ട് ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയിക്കാണ് പള്ളിക്കൊക്കെ. ഇതാ ഉസ്താദിനുള്ള ആ പെട്ടി തന്നെ പൊളിച്ചൂട്. ഇനിയിപ്പോൾ എന്താ. ഷമ്മാസ് ഫുഡെല്ലാം കഴിച്ച്
അതാ പെട്ടി പൊളിക്കാൻ തുടങ്ങുന്നു. അതെ, അതിലെല്ലാവർക്കുമുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകം ഡ്യൂട്ടി കെട്ടിയിട്ടാണ് അതെല്ലാം കൊണ്ടുവന്നത്. അതെ, 30 കിലോയിലേറെ പറ്റാത്തത് കൊണ്ട് തന്നെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടാണ് ലഗേജ് എല്ലാം സെറ്റാക്കിയത്. എല്ലാവർക്കുമുള്ള സാധനങ്ങളുണ്ട്. മോനെ, പള്ളിയത്ത് ഉസ്താദിനുണ്ട്, അതിൽ നല്ല വാച്ച് ഉണ്ട്. അതൊക്കെ ഫൈസൽ വാങ്ങി തന്നതാണ്. വാച്ചുണ്ട്, നല്ല അത്തറുണ്ട്. അത്തറ് നോക്ക്, നല്ല ഹൂദിൻ്റെ പല ഐറ്റംസും ഉണ്ട്. അത്തറുണ്ട്, അതുപോലെ തന്നെ തസ്ബീഹ്മാലുണ്ട്, അതുപോലെ അതിനെന്താ നല്ല മുസല്ലുണ്ട്, പിന്നെന്താ തൊപ്പിയോ. ഞാൻ പറഞ്ഞു ഉസ്താദിനുള്ള സെറ്റ് വാങ്ങിക്കോ പള്ളിക്കത്തേന്ന്. പിന്നെ അതിന് വൈഫിനുള്ള പർദ്ദ ഉണ്ട്. വൈഫിനുള്ള പർദ്ദ, കുട്ടികൾക്കുള്ള എന്തൊക്കെ ഡ്രസ്സോ കാര്യങ്ങളോ എന്താ പേന പെൻസിൽ അങ്ങനത്തെ ഒരു ഉസ്താദിനുള്ളൊരു കിറ്റ് ഉണ്ട്. അങ്ങനെ എടുത്തതിന് അത് ഏതോ ഒരു പെട്ടിയിലുണ്ടാവും. ഉമ്മ, സത്യമായിട്ടും ആണോ മോനെ? അതും കൊണ്ട് പോ. എന്നിട്ട് കുറച്ച് സംസം വെള്ളം ഒരു കുപ്പി, ചെറിയ കുപ്പി അങ്ങനെ വാങ്ങി ഒരു കുപ്പിയും കൊണ്ടേക്കോ. കുറച്ച് ഈത്തപ്പഴം, അജവുണ്ട് കുറച്ച്, അജുവ ഈത്തപ്പഴം, ബദാമു, പിസ്ത, അതൊക്കെ ഓരോ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്തു. ഉസ്താദിനുള്ള മാറ്റി വെച്ചിക്കണേ. ഇനി ഇതെനിക്കറിയില്ല, ഇനി സംസം വെള്ളം അതൊക്കെ എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഓലെ വീട്ടിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചേക്കും. ഒരു നല്ലോണം കെട്ടാൻ പറഞ്ഞിരിക്കണത് ഉസ്താദിന് എഴുതിയിട്ടുണ്ടാവും. നോക്ക്. ഷമ്മാസ് പെട്ടി ഓപ്പൺ ചെയ്തു. ഓരോരുത്തർക്ക് ഓരോ പൊതികളായിട്ട് തന്നെ ഉമ്മ സെറ്റാക്കി. ഉമ്മ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാൽ പിന്നെ തിരയാനും പിടിക്കാനും നിൽക്കണ്ട. മോനെ, മറ്റെന്താ പറയുക, ഒന്നായൊരു പെട്ടിയിൽ നമ്മൾ കുത്തി തിരുകുമ്പോഴേ ഇതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരിച്ചതാകുമ്പോഴേ ആകെ പിഴവായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതാ ഉസ്താദിനുള്ള ആ ഒരു കെട്ട് സാധനം എടുത്തു ഷമ്മാസ്. ഉമ്മ, ഇതല്ലേ ഉസ്താദ് എഴുതിക്കണം? നോക്ക്, പള്ളിയിലെ ഉസ്താദ് ഇതല്ലേ? മോനെ, സംസം വെള്ളം കുറച്ച് ഈത്തപ്പഴം അജുവയും അത് ഈ കൂട്ടത്തിൽ വെച്ചിട്ടില്ല. അതെടുത്തോ, കുറച്ചെടുത്തോ. കുറച്ച് മിഠായും ബാക്കിയുള്ള ഒരു അത്യാവശ്യമുള്ള കയ്യിലുണ്ട്. ഉമ്മ, ഇത് കാണാൻ പറ്റുമോ? മോനെ, കാണേ കുഴപ്പമൊന്നുമില്ല, കണ്ടോ. ഇനിയിപ്പോൾ എന്താ? ഹേയ് വേണ്ടമ്മ, ഇനിയിപ്പോൾ ഉമ്മ അത് കെട്ടിക്കൂട്ടി കൊണ്ടുവന്നതൊക്കെ ഞാനത് പൊളിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ നടക്കണ കാര്യമല്ല. ഉമ്മ ഒന്നും നോക്കണ്ട. സത്യം പറഞ്ഞാൽ ഉമ്മ ഏൽപ്പിച്ച ആ ഒരു പൊതി, സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ അത് കൊണ്ടുപോയി കൊടുക്കാൻ വളരെയധികം ധൃതിയായി. ഉമ്മ, ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. മോനെ ചെല്ല്, പ്രത്യേകം ദ്വാരക്കാൻ പറയണം. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഓളെ പ്രസവമൊക്കെ നല്ല മട്ടത്തിന് ഓൾ ആഗ്രഹിച്ച രീതിയിൽ സുഖപ്രസവമായി കഴിയാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കുട്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറയണം കേട്ടോ. ഓലെന്നൊക്കെ പറഞ്ഞാൽ ഈ 5 വക്ത് നിസ്കാരവും അതിൻ്റെ സുന്നത്തും തഹജ്ജുദും ഖുർആൻ പാരായണവും ബാങ്കും ഒക്കെ ഇങ്ങനെ അള്ളാഹുവിനെ മാത്രം പ്രീതിയിലും അള്ളാഹ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരല്ലേ. വേറെ ഒന്നും ഒൽക്കില്ലല്ലോ. അപ്പോൾ ഓലെ നാവുകൊണ്ട് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നല്ല നമ്മളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി വേഗം കൊണ്ടേ കൊടുത്തോളി. നുസിയേ, മോളെ. നുസൈബ അങ്ങോട്ട് വന്നു. ഉമ്മ, മോളെ, ഇത് പള്ളിക്കത്ത് സ്ഥാനിലാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ഞാൻ ഏൽപ്പിച്ചാണത്. ഫൈസലിനെ കൊണ്ടൊക്കെ ഞാനവിടെ വാങ്ങിപ്പിച്ച് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേക്കണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ളത് ഉണ്ട് കേട്ടോ. അതാണ് കൊണ്ടേ കൊടുത്താലേ. അങ്ങനെ അതാ ഷമ്മാസ് കാറിൻ്റെ ഡിക്കിയിലേക്ക് ആ ഒരു പെട്ടി വെക്കുന്നു. ഉമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഷമ്മാസ് കരഞ്ഞു പോയി. റബ്ബേ, എൻ്റെ ഉമ്മ എത്ര ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. റബ്ബേ, ഈ ദാനധർമ്മത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ ഉമ്മയുടെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഉമ്മ പള്ളി ഉണ്ടാക്കാൻ വെച്ചതാണ് റബ്ബേ. ഷമ്മാസ് കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അവൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഓരോന്നും ആലോചിച്ചു. അല്പസമയത്തിന് ശേഷം പള്ളി എത്തി. നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക് അത് കൊണ്ടുപോയി കിടക്കണോ, അതോ ഉസ്താദിനെ എന്താ വേണ്ടത്? അവൻ നേരെ വാഹനത്തിൽ നിന്നിറങ്ങി നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക്. പക്ഷേ പെട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് വേണ്ട, അതിപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ആളുകളെ കണ്ടാൽ. ഉസ്താദെ, നേരെ ഉസ്താദിൻ്റെ അരികിലേക്ക് അതാ ഷമ്മാസ് ചെല്ലുന്നു. അല്ലാ, ആരത്? ഷമ്മാസ് മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ, എന്താ തിരക്കിലായിരുന്നു? അല്ല മോനെ, ഞാൻ അസ്ർ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉളൂ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. ഉസ്താദേ, ഉമ്മ വന്നിട്ടോ? വന്നോ? മാഷാ അല്ലാ. ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയായിരുന്നു. റബ്ബേ, നല്ലൊരു സ്ത്രീയാണ്. നാളത്തേക്കുള്ളതെല്ലാം ഈ ദുനിയാവിൽ നിന്ന് ഒരുക്കി വെക്കുന്ന ഒരു ഉമ്മയാണിത്. പടച്ച റബ്ബ് അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉഷാറാക്കി കൊടുക്കട്ടെ. ആഗ്രഹങ്ങളെല്ലാം എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലീകൃതമാക്കി കൊടുക്കട്ടെ. ഉസ്താദേ, ഉമ്മക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ.
ഷമ്മാസെ ഉണ്ടല്ലോ, അതെപ്പോഴും ഉണ്ട്. ഞാനെന്നാൽ ബാങ്ക് വിളിക്കട്ടെ, എന്നിട്ട് കുറച്ച് സംസാരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് പോലെ ജമാഅത്തിനുണ്ടാവുമല്ലോ അല്ലേ? ആ ഓക്കെ ഉസ്താദെ. അങ്ങനെ അതാ ഷമ്മാസും നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അസ്ർ നിസ്കാര ശേഷം ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവരണം വണ്ടിയിലേക്ക്. അതാണ് അവൻ ആഗ്രഹിച്ചത്. ഇൻഷാ അല്ലാ ഷമ്മാസ് ആഗ്രഹിച്ചതെല്ലാം നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.